ഹായ് ഗസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ എത്ര പേര് പാട്ട് കേൾക്കാറുണ്ട്? ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മോസ്റ്റ് ഓഫ് എല്ലാവരും പാട്ട് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും പാട്ട് കേൾക്കുന്ന ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും പാട്ട് കേൾക്കുന്നതിന് പൈസ കിട്ടുന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നു? എന്നാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് 2 പ്ലാറ്റ്ഫോം കാണിച്ചു തരാൻ പോവാണ്. അതിൽ നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നതിന് പൈസ കിട്ടും. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ കാണിച്ചത് പ്ലേ മ്യൂസിക് ടു ഏൺ അപ്പ് ടു $600. $600 നിങ്ങൾക്ക് ജസ്റ്റ് പാട്ട് കേൾക്കുന്നതിന് $600 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതെ, ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് 2 വെബ്സൈറ്റ് കാണിച്ചു തരാം. അതായത് നിങ്ങൾ പാട്ട് കേൾക്കുന്നതിന് 600, പിന്നെ അതിന് മേലെയുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ $600 എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 43,838 രൂപയാണ് $43 എന്ന് പറയുന്നത്. അതായത് 44,000 രൂപ. 44,000 രൂപയാണ് നിങ്ങൾക്ക് ജസ്റ്റ് പാട്ട് കേൾക്കാൻ മാത്രം കിട്ടുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ അവസാനം വരെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ബോണസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റും കൂടി ഞാൻ പറഞ്ഞുതരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പൈസ ഉണ്ടാക്കാം. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആമസോൺ വെച്ചിട്ട് 25 രൂപ ആമസോൺ ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുന്നതിനാണ് നിങ്ങൾക്ക് ഈ ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ കിട്ടുന്നത്. 500 രൂപ തൊട്ട് 750, 1000, 1500, 2000, 2500, 5000 രൂപ ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങൾക്ക് പേയ്പാലിൽ നിന്ന് വേണമെങ്കിൽ പേയ്പാലിൽ നിന്ന് $1, $2, $5, $10, $100 വരെ കിട്ടും. അതായത് 7500 രൂപ വരെ നിങ്ങൾക്ക് കിട്ടും. ഈ പൈസ കിട്ടാൻ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പണിയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ഈ ഒരു ആപ്സൊക്കെ കാണുന്നില്ല, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇത് കണ്ടില്ല, ഈ ആപ്പിന് 172 പോയിൻറ്റ്സ്, ഇത് 103 പോയിൻറ്റ്സ്, 97 പോയിൻറ്റ്സ്, ഇത് 666 പോയിൻറ്റ്സ്. അതും വേണം നിങ്ങൾക്കിപ്പോൾ വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. നേരെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ട് പൈസ ഉണ്ടാക്കാം. ഇവിടെ ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. അതല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഫ്രീ ആയിട്ട് തന്നെ പൈസ ഉണ്ടാക്കാം. ഇതവിടെ റിസർച്ച് സർവേ ഉണ്ട്, നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം, ഓൺലൈൻ സർവീസ് എല്ലാം. ഇതിനൊക്കെ നിങ്ങൾക്ക് പൈസയാണ് കിട്ടുന്ന കാര്യം. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. പക്ഷേ അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ആപ്പ് എന്ന് പറയുന്നത് റേഡിയോ ഏൺ എന്നാണ്. അതായത് radioearn.com. ഇപ്പോൾ ഏൺ അലോൺ ഓർ വിത്ത് യുവർ വെബ്സൈറ്റ് വിത്ത് ലിസണിങ് ടു യു റേഡിയോ എന്ന് പറയുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ റേഡിയോ ഓണാക്കി വെക്കുക, അതിൽ നിന്ന് നമ്മൾ പൈസ ഉണ്ടാക്കുക. അതായത് ഇവർ ഈ റേഡിയോയിൽ ആഡ്സ് കാണിക്കും. അപ്പോൾ ആ ആഡ്സ് നമ്മൾ കേൾക്കുന്നതിനാണ് നമുക്ക് പൈസ കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഈ വലിയ റേഡിയോ ബ്രാൻഡ്സൊക്കെ കാണുന്നുണ്ടാവും, അവരൊന്നും നമുക്ക് പൈസ തരുന്നില്ല. കാരണം അവർക്ക് ഓൾറെഡി ലിസണേഴ്സ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ചെറിയ സ്റ്റാർട്ട് ചെയ്ത റേഡിയോസിനൊന്നും ലിസണേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവർ ഈ വെബ്സൈറ്റിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരിൽ ആ ഒരു റേഡിയോയിൽ കൊടുക്കുന്ന ആഡ്സ് കേൾക്കുന്നതിന്, അതായത് നമ്മൾ കേൾക്കുന്നതിന് നമുക്ക് പൈസ കിട്ടും. ഇതാണ്ടില്ലേ, ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് സൈനപ്പ് ചെയ്യാം. 100% ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, ഈ റേഡിയോ സിഗ്നലിൽ നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ആ മ്യൂസിക് നമുക്ക് കേൾക്കുക, അതിന് നമുക്ക് പൈസ കിട്ടും. ഇത് കണ്ടില്ലേ, എല്ലാ 15 മിനിറ്റും നമുക്ക് പോയിൻറ്റ്സ് കിട്ടും. അത് നമുക്ക് നേരെ USD ആയിട്ട് റെഡീം ചെയ്യാം. ഇത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ, അതായത് വയർ ട്രാൻസ്ഫർ ആയിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അല്ലെങ്കിൽ നമുക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫീച്ചേഴ്സ് എന്തൊക്കെ കിട്ടുന്ന പറഞ്ഞാൽ ഇത് കണ്ടില്ല, ഇവിടെ അതായത് നിങ്ങൾക്ക് ക്രോമിൽ വർക്കാവും, മോസില്ലയിൽ വർക്കാവും, എല്ലാത്തിലും വർക്കാവും. അങ്ങനെ ഇന്ന ബ്രൗസറിൽ ഇത് വർക്കാവുന്നൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ ആഡ്സ് എന്താ പറയുക, 35 കൺട്രീസ് സപ്പോർട്ടഡാണ്. പേടിക്കേണ്ട, നമ്മുടെ ഇന്ത്യയുണ്ട്. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ മ്യൂസിക് കൺട്രിയാണ്. എല്ലാവരും മ്യൂസിക് കേൾക്കും. അതായത് ഏറ്റവും കൂടുതൽ മ്യൂസിക് എന്താ പറയുക പബ്ലിസിറ്റി ചെയ്യുന്നത് നമ്മുടെ കൺട്രിയിൽ നിന്നാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതെവിടെ കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് ഉള്ള കൺട്രീസാണ് ഇതൊക്കെ പറയുന്നത്. അതായത് ഇതാണ്ടില്ലേ, മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3,90,000 മെമ്പേഴ്സാണ് ഇതിലുള്ളത്. ഇതുവരെയായിട്ട് പേ ചെയ്തിട്ടുള്ളത് $223 മില്യൺ. $223 മില്യൺ പേ ചെയ്തിരിക്കുന്നത് ഇതുവരെയായിട്ട്. $223 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 100 മില്യൺ എന്ന് പറഞ്ഞാൽ 750 കോടിയാണ്. അപ്പോൾ $223 മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇതവിടെ ഓരോ കൺട്രിയിലും ഏറ്റവും കൂടുതൽ ലിസണേഴ്സ് ഉള്ള കൺട്രിയാണ്. ഒന്ന് ഇന്ത്യ 47 ലിസണേഴ്സ്, പിന്നെ ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 48 ലിസണേഴ്സ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട. പിന്നെ ബ്രസീലുണ്ട്, പിന്നെ എല്ലാ കൺട്രീസും ഉണ്ട്, എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ചൈനയിൽ വരെ ചൈനയിലുണ്ടാവില്ല, കൊറിയയിലുണ്ട്. ചൈനയിൽ പിന്നെ അറിയാലോ, നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല എന്നറിയാലോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പിൽ എന്താ പറയുക, ഈ ആപ്പല്ല സോറി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. radio.com എന്നാണ്. നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സൈനപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റും. ഇതവിടെ നിങ്ങളുടെ യൂസർ നെയിം, അതായത് യൂണിക് യൂസർ നെയിം കൊടുക്കുക. എല്ലാം സിമ്പിളായിട്ട് നമ്മൾ എല്ലാവരുടെയും സൈനപ്പ് ചെയ്യുന്ന പോലെ തന്നെയാണ്. യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ്, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പാണ് കറൻറ്റ് ആപ്പ്. ഇതാണ് ഞാൻ പറഞ്ഞ $600 നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഇതാണ്ടില്ലേ, ഐ വോണ്ട് ടു ഏൺ റിവാർഡ്സ് വൈൽ ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇത് ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ജസ്റ്റ് പാട്ട് കേൾക്കുക, അത് നമുക്ക് എന്താ പറയുക പൈസ കിട്ടും. അതായത് ഇതവിടെ കണ്ടില്ലേ, ഇവിടെ പ്ലേ എന്നുണ്ട്, ഇതവിടെ പ്ലേ കൊടുത്ത് ഇതിവിടെ പ്ലേ, ആദ്യം പ്ലേ മ്യൂസിക് കേൾക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏൺ പൈസ ഉണ്ടാക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പെൻഡ്, നിങ്ങൾക്ക് അത് പൈസ സ്പെൻഡ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക 100,000 റേഡിയോ സ്റ്റേഷൻസ് ഉണ്ട്. ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1 ലക്ഷം റേഡിയോ സ്റ്റേഷൻസ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. അതിനൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം, അങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടും. സ്പെൻഡ് യുവർ പോയിൻറ്റ്സ് ഓൺ യുവർ ഫേവറേറ്റ് ബ്രാൻഡ്സ്, അങ്ങനെ നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക ഏത് രാജ്യത്തും ആണെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുക. ഇന്ത്യ ഉണ്ട്, ഇതവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ കാണാൻ പറ്റും. ഇത് കണ്ടില്ല, എല്ലാ കൺട്രീസിലും അവൈലബിൾ ആണ്. ഇത് കണ്ടില്ല, ഇന്ത്യ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ നമ്പർ ഇവിടെ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ സെൻഡ് മീ ദ ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക മൊബൈൽ നമ്പറിലേക്ക് വരും. അതായത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ഈ ആപ്പ് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഹൗ ഡു ഐ ആണ്, അതായത് നിങ്ങൾക്ക് എങ്ങനെ പൈസ കിട്ടുന്നു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇവിടെ എന്താ പറയുക ഇനി എന്താ പറയുക ഹൗ ഡു ഐ ഗെറ്റ് മ്യൂസിക് ഫ്രം ഓഫ്ലൈൻ നോക്കി നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വായിച്ച് നോക്കാം നിങ്ങൾക്ക്. ഇതാണ് നമ്മൾ 2 മ്യൂസിക് ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറഞ്ഞത്. അതായത് എന്താ പറയുക പാട്ട് കേട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന 2 മ്യൂസിക് ആപ്പാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് ആപ്പിനെ പറ്റി പറഞ്ഞുതരാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പോകുന്ന ആ ആപ്പ് അതാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെയും പിന്നെ നമ്മുടെ ബോണസ് ആപ്പ് എന്ന് പറയുന്നത്. ഏണബിളി എന്നാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ കുറേ ഓഫർ വോൾസ് ഉണ്ട്, ഇതുണ്ട്. ഇവിടെ പോയിൻറ്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് 58 പോയിൻറ്റ്സ്, അങ്ങനെ ഇഷ്ടം പോലെ പോയിൻറ്റ്സ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പേയ്പാൽ, എയർബിഎൻബി, ഡൊമിനോസ്, ആമസോൺ, ഫേസ്ബുക്ക് എല്ലാവിടെയും നമുക്ക് പൈസ കിട്ടും. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് അതിന് നമുക്ക് വേറെ പൈസ കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൽ സൈനപ്പ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ സൈനപ്പ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ സൈനപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. സിമ്പിളാണോ, വളരെ സിമ്പിളായിട്ട് സൈനപ്പ് ചെയ്യാം. കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങൾക്കൊരു യൂണിക് യൂസർ നെയിം ഉണ്ട്, അത് കൊടുക്കുക. പാസ്വേഡ് ഉണ്ടാവും, അത് കൊടുക്കുക. ഫോൺ നമ്പർ ഉണ്ടാവും, ജസ്റ്റ് കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് എന്താ പറയുക ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ബൈ ഫോൺ നമ്പർ ഉണ്ടാകുമ്പോൾ അത് കൊടുത്താൽ മതി. ഐ ഹാവ് റെഡ് ആൻഡ് അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈനപ്പ് എന്ന് കൊടുക്കുക. അപ്പോൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഏകദേശം ഇതുപോലെ ഉണ്ടാവും. അതായത് ഇവിടെ കുറേ ഓഫർ വോൾസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് റെഡീം ചെയ്യാം, അതായത് കിട്ടിയ പോയിൻറ്റ്സ് നിങ്ങൾക്ക് റെഡീം ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇവിടെ ഏൺ എന്നുള്ളത് ഇവിടെ ഒന്ന് ഹവർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡെയിലി സർവീസ് ഉണ്ടാവും. സർവീസ് നിങ്ങൾക്ക് ജസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ ജെൻഡർ എന്താ, അങ്ങനെയൊക്കെ ചോദിക്കുക. അതിന് വേണ്ടി നിങ്ങൾക്ക് പൈസ കിട്ടും. പിന്നെ വീഡിയോസ് ഉണ്ട്, ആപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫർ വോൾസ്. ഇപ്പോൾ പീനട്ട് ലാബ്സ് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ആഡ്സ് ആൻഡ് മീഡിയ അടിപൊളിയാണ്. ആഡ്സ് ആൻഡ് മീഡിയ ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ആഡ്സ് ആൻഡ് മീഡിയ എടുത്ത് അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സംഭവങ്ങൾ കിട്ടും. അതായത് ഇത് കണ്ടില്ല, ഇതൊക്കെ സർവേ ആണ്. ജസ്റ്റ് സർവേ ചെയ്താൽ നിങ്ങൾക്ക് 32 പോയിൻറ്റ്സ് കിട്ടും. ഇവിടെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് സൈനപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 49 പോയിൻറ്റ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഓൺലൈൻ സർവീസാണ്. അതായത് ഒന്ന് ജസ്റ്റ് സൈനപ്പ്, എല്ലാത്തിലും ഒന്ന് സൈനപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. നമ്മൾ എത്ര ആപ്പിലും വെബ്സൈറ്റിലൊക്കെ ഡെയിലി സൈനപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ റെഡീം ചെയ്ത് പൈസ ഉണ്ടാക്കാം. അതാണ് ഇതിൻ്റെ സംഭവം, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇത് ജസ്റ്റ് ഇത് ഫ്രീ ആണ്, ഒറ്റ പൈസ, എല്ലാം ഫ്രീ ആണ്. ഒറ്റ പൈസ നിങ്ങൾ ചിലവാക്കേണ്ട, ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് നമ്മൾ സൈനപ്പ് ചെയ്താൽ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് ഉണ്ട്. വീഡിയോ സെക്ഷനിൽ നമുക്ക് എന്താ പറയുക ഇഷ്ടംപോലെ വീഡിയോസ് കാണാം. ഈ വീഡിയോസിൽ ഈ ഒരു പോയിന്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ഇതിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ആ വീഡിയോ സെക്ഷനിലെത്തും. അത് വീഡിയോ കാണുന്നതിന് നമുക്ക് പൈസയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സെലിബ്രിറ്റീസിൻ്റെ വീഡിയോ ആണെങ്കിൽ അത് കാണാം, ഗെയിമിങ്ങിൻ്റെ കാണണമെങ്കിൽ അത് കാണാം, കോമഡി ലോബ്സ് വേണമെങ്കിൽ അത് കാണാം, പിന്നെ പാൻഡമിക് ഫുഡ് വേണമെങ്കിൽ അത് കാണാം, ഹൈഡോ TV, മീഡിയ നിഞ്ച, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ അതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പം മ്യൂസിക് ആണെങ്കിൽ ഞാൻ മ്യൂസിക്കിൻ്റെ അല്ലേ ഈ ട്യൂട്ടോറിയൽ, അപ്പോൾ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതവിടെ ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുന്നുണ്ടാവും. അതിന് നമുക്ക് പൈസയും കിട്ടും. ഇത് അത്രേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ എത്ര മ്യൂസിക് കാണണോ അത്രയും നിങ്ങൾക്ക് പൈസ കിട്ടും. അത്രേ ഉള്ളൂ സംഭവം, അല്ലാണ്ട് വേറൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഇത് എന്താ പറയുക ഇങ്ങനെ ഈ പ്ലേ ബട്ടണിൽ വെച്ചിട്ട് നേരെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യുക, ഒരു പ്രശ്നമില്ല. അതിന് നിങ്ങൾക്ക് പൈസ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സർവീസ് ഉണ്ട്. സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ ജെൻഡർ ചോദിക്കുക, അതിനൊക്കെയാണ് നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഫ്രീ ട്രയൽസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സൈനപ്പ് എന്നുണ്ട്.
സൈനപ്പ് എന്ന് പറഞ്ഞാൽ ഇതവിടെ കണ്ടില്ലേ ഇങ്ങനെ ഓരോ എന്താ പറയുക ആപ്സും വെബ്സൈറ്റിലൊക്കെ ഇതുണ്ട്. ഇതൊക്കെ ഗെയിമാണ്. അതിൽ സൈനപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പൈസ കിട്ടും. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആഡ്സ് ആൻഡ് മീഡിയ കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ടോറോ ആണ് നോക്കാനുള്ളൂ. ഓഫർ ടോറോ അടിപൊളിയാണ്. പിന്നെ ഈ ആഡ് ഗേറ്റ് റിവാർഡ്സ് അത് എനിക്ക് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഓഫർ ടോറോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓഫേഴ്സ് കാണും. അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ ഗെയിംസ് മോസ്റ്റ്ലി ഗെയിംസ് ആയിരിക്കും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് പൈസ ആയിരിക്കും. ഇവിടെ എന്താ പറയുക ഈ 172 പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടും നമുക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 666 പോയിൻറ്റ്സ് ഉണ്ട്. ഇഷ്ടം പോലെ പൈസ കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടം പോലെ പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ ആപ്സ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ അവിടെ ഉണ്ട്, സർവീസ് ഉണ്ട്, ക്വിക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ എല്ലാം നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഇതിൽ ഓരോ ഓഫേഴ്സ് ഉണ്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ് കിട്ടും. അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് പോയിൻറ്റ്സും കിട്ടും. പോയിൻറ്റ്സ് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ലേറ്റർ ആയിട്ട് റിഡീം ചെയ്ത് പൈസ ഉണ്ടാക്കാം. റിഡീം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിൽ റിഡീം ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജിലായിരിക്കും വരിക. ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക പേയ്പാലായിട്ട് റിഡീം ചെയ്യണം. അതായത് 125 പോയിൻറ്റ്സ് കിട്ടി നമുക്ക് പേയ്പാലായിട്ട് റിഡീം ചെയ്യാം. 165 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ ഗിഫ്റ്റ് കാർഡായിട്ട് നമുക്ക് റിഡീം ചെയ്യാം. അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇവിടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത് നോക്കി. ഇതിവിടെ ആമസോൺ ഉണ്ട്. ബിഗ് ബസാറൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഊബർ ചെയ്യാം. പിന്നെ ബുക്ക് മൈ ഷോ ഇപ്പോൾ ഈ പാൻഡമിക്കിൻ്റെ അവസ്ഥയിലൊന്നും എന്താ പറയുക ബുക്ക് മൈ ഷോ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഈ 3 എണ്ണം ഫ്ലിപ്കാർട്ടും വേണ്ട. ഫ്ലിപ്കാർട്ട് ഞാൻ എന്താ പറയുക അത് ഭയങ്കര കമ്മിയായിട്ട് അവർ തരുന്നത്. ആമസോണും പേയ്പാലും നിങ്ങൾ നോക്കുക. അതിൽ നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടാണെങ്കിൽ ഇത് കണ്ടില്ലേ 165 പോയിൻറ്റ്സിന് വെറും 100 INR കിട്ടുന്നുള്ളൂ. 375 പോയിൻറ്റ്സിന് 250 അങ്ങനെയൊക്കെ കിട്ടുന്നുള്ളൂ. അത് ഞാൻ പറയുന്നത് ഫ്ലിപ്കാർട്ട് റെക്കമെൻഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ ഇവിടെ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ റിഡീം ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ഫ്ലിപ്കാർട്ടിൽ പൈസ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആമസോൺ ആണെന്നുണ്ടെങ്കിൽ ഇതവിടെ 60 പോയിൻറ്റ്സ് മുതൽ നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങും. അതായത് ജസ്റ്റ് ഇതാണ്ട് 5000 രൂപ വരെ നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡിൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ റിഡീം നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിഡീം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പേയ്പാലുണ്ട്. പേയ്പാലിൽ നിങ്ങൾക്ക് എന്താ പറയുക പൈസ കിട്ടും. ഇതാണ്ടില്ലേ 75 രൂപ, അതായത് $100 എന്ന് പറഞ്ഞാൽ 7500 രൂപയാണ്. അത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ റിഡീം നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റ്സ് എടുത്തിട്ട് ഇവിടെ റിഡീം നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം, അതൊക്കെ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.